ആഘോഷങ്ങൾ പലതുണ്ടെങ്കിലും പാലക്കാട്ടെ പല്ലശനക്കാരുടെ ഓണാഘോഷം പൂർത്തിയാകുന്നത് ഓണത്തല്ലോടുകൂടിയാണ്. പല്ലശനക്കാർക്ക് ഓണത്തല്ല് കേവലം ഒരു വിനോദം മാത്രമല്ല, മറിച്ച് ചതിയെ ഐക്യബലം കൊണ്ട് ചെറുത്ത ധീരതയുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. പല്ലശന നാടുവാഴിയായിരുന്ന കുറൂർ നമ്പിടിയെ ചതിയിലൂടെ സാമന്തനായ കുതിരവട്ടത്ത് നായർ കൊലപ്പെടുത്തുന്നു. ഇതറിഞ്ഞ പല്ലശനക്കാർ ജാതിമത ഭേദമന്യേ ഒന്നിച്ച് കുതിരവട്ടത്ത് നായർക്കെതിരെ പോർവിളിയുമായി യുദ്ധത്തിനൊരുങ്ങുന്നു. ഇതിന്റെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലായി ഇന്നും ആചരിച്ചു പോരുന്നത്. തിരുവോണം, അവിട്ടം നാളുകളിലാണ് പല്ലശനയിൽ ഓണത്തല്ല് നടക്കാറുള്ളത്. യുദ്ധത്തിനുള്ള പടയൊരുക്കത്തിന് സമാനമായ മുറകളാണ് ഓണത്തല്ലിനൊരുങ്ങുമ്പോഴും. കുളിച്ച് ശുദ്ധിയായി ഭസ്മം ധരിച്ചെത്തുന്ന പോരാളികൾ ഭക്ഷണം കഴിച്ച് നാലും കൂട്ടി മുറുക്കിയ ശേഷം വീടുകളിൽ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങും. തിരുവോണനാളിൽ വിവിധ സമുദായക്കാർ തല്ലുമന്നം ഭഗവതി ക്ഷേത്രത്തിലും അവിട്ടത്തിന് നായർ സമുദായക്കാർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്ര പരിസരത്തുമാണ് തല്ല് നടത്താറുള്ളത്. സമപ്രായക്കാർ തമ്മിൽ മാത്രമേ തല്ല് നടത്താവൂ. ഇതാണ് ഓണത്തല്ലിന്റെ നിയമം. ചടങ്ങ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഇത് വിളിച്ചു ചോദിക്കും. പോർവിളിയും ആർപ്പുവിളിയും തല്ലിനു മുന്നോടിയായി ഉണ്ടാകും. 2 പേർ വീതമായാണ് തല്ല് നടത്തുക. തല്ലുന്നയാൾ പുറംതിരിഞ്ഞ് കൈയുയർത്തി നിൽക്കുന്ന രണ്ടാമനെ 3 തവണ തൊട്ടുതൊഴും. ശേഷം വലത് കൈകൊണ്ട് മുതുകത്ത് ആഞ്ഞു തല്ലും. തല്ലുകൊണ്ടയാൾ തല്ലിയയാളെ ഇതുപോലെ തന്നെ തിരിച്ചു തല്ലും. ഇതാണ് ഓണത്തല്ല്. അവിട്ടത്തല്ലിന് ചടങ്ങുകൾ അല്പം കൂടുതലാണ്. അവിട്ടം ദിനം തല്ലിനു പുറമെ വരിയോട്ടവും നിരയോട്ടവുമുണ്ട്. ഇതിനു ശേഷമാണ് തല്ല് നടത്തുക. ഇത് കഴിഞ്ഞാൽ എല്ലാവരും ആർപ്പു വിളിച്ച് വെള്ളത്തിലേക്ക് ചാടും. കുളിച്ച ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടുകൂടി അടുത്ത ഓണത്തല്ലിനുള്ള കാത്തിരിപ്പായി.